വയനാട് സ്വകാര്യ ബസ് പണിമുടക്ക് ഇന്നാണ് ഉന്നതതല ചർച്ച നടക്കുന്നത്. KSRTC പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ ബസ്സുകളുടെ സമയക്രമീകരണം, സ്ത്രീ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകൾ കൂടി ഏർപ്പെടുത്തുക, വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന എന്നിവയായിരിക്കും ഉടമകൾ പ്രധാനമായും ചർച്ചയിൽ ഉന്നയിക്കുക. ബസ് ചാർജ് വർധന അനുവദിക്കുന്നതിനോട് SFI അനുകൂലിക്കില്ലെന്ന് വിദ്യാർത്ഥി സംഘടന പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. KSRTCയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്ന കാര്യവും SFI മുന്നോട്ട് വെക്കും. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വയനാട് നിന്നും PV ജോഷില കൂടി തയ്യാറായിട്ടുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. ഇന്നാണ് ആ ചർച്ചയിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിരവധി പ്രധാനപ്പെട്ട വിഷയങ്ങൾ അജണ്ടയിലേക്ക് വരുന്നുണ്ട്. എന്തായിരിക്കും ഒരു സാധ്യത? എപ്പോഴാണ് ചർച്ച നടക്കുക? ആരൊക്കെയാണ് കൃത്യമായി പങ്കെടുക്കുക? വിശദാംശങ്ങൾ. സിന്ധുരി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏകദേശം 2 മണിയോടുകൂടിയാണ് ഉന്നതതല ചർച്ച ആരംഭിക്കുക. ജൂലൈ 1 മുതൽ G-ഫോം നൽകിക്കൊണ്ട് സർവീസ് നിർത്തിവെക്കാനായിരുന്നു നേരത്തെ സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. എന്നാൽ ADM-വുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിൽ ADM നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, ബസ് പണിമുടക്ക് മാറ്റിവെക്കാനുള്ള തീരുമാനമെടുത്തത്. ഇന്ന് 3-ാം തീയതി 2 മണിയോടുകൂടി ഉന്നതതല KSRTC അധികൃതരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉന്നതതല യോഗം ചേരാനാണ് തീരുമാനം. ആ തീരുമാനത്തിന് മുൻപ് തന്നെ ഇവർ മുന്നോട്ട് വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കും എന്നായിരുന്നു ADM നേരത്തെ ഉറപ്പ് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് മാറ്റിവെച്ചത്. അതിലൊന്ന് സ്ത്രീ സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി ബസ്സുകളുടെ സമയക്രമീകരണമാണ്. അത് സ്വകാര്യ ബസ്സുകളുടെ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് സൗകര്യപ്രദമാകും വിധം മാറ്റിവെക്കും എന്നുള്ളതായിരുന്നു ഒരു തീരുമാനം. മറ്റൊരു കാര്യം ADM ഉറപ്പ് നൽകിയത് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന സംബന്ധിച്ച് ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി കലക്ടറും അതുപോലെ തന്നെ ADM അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തും. ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് ബസ് ഉടമകളും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ SFI ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനപ്രകാരം ഇത്തരത്തിൽ ഒരു ബസ് ചാർജ് വർധന, വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന അനുവദിക്കില്ല എന്ന് അറിയിക്കാൻ തന്നെയാണ് തീരുമാനം. ഇനി വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് വിട്ടുകൊടുക്കുന്നു ആ തീരുമാനം. എന്നാൽ അതിൻ്റെ പ്രതികരണം ഉണ്ടാകും. SFI ഈ ബസ് ചാർജ് വർധനയെ അനുകൂലിക്കില്ല എന്നുള്ളത് തന്നെയാണ് SFIയുടെ തീരുമാനം. അതേസമയം തന്നെ SFI മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സൗജന്യ യാത്ര, KSRTC ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണം എന്നുള്ളതാണ്. സ്ത്രീ സൗജന്യ യാത്ര അനുവദിച്ച ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോകുന്നവരാണ്. അവർക്ക് മറ്റ് തൊഴിലുകളൊന്നുമില്ല. ആ പഠനം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ സൗജന്യ യാത്ര, KSRTC ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യാത്ര ചെയ്ത് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം. സിന്ധുരി.